ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കണേന്നല്ലേ, നമുക്കിന്നൊരു സാധനം തുറക്കാം. ഇതാണ് ആ സാധനം. എന്താണെന്നറിയോ? ഒരു പെട്ടി. അപ്പോൾ നിങ്ങളോർക്കും അയ്യേ ഈ പെട്ടിയോ ഇതിപ്പോൾ എന്തെന്നാണെന്നല്ലേ. പക്ഷേ ഈ പെട്ടിക്കകത്ത് കുറേ ഓർമ്മകളുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പെട്ടി തുറന്നു വരുമ്പോൾ നമ്മുടെ സൂര്യ അണ്ണനും നമ്മുടെ ജൂഹി ചവളയും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ പെട്ടിയുടെ ഓണർ ഞാനല്ലെങ്കിലും ഈ പെട്ടിക്കകത്തിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ മൊത്തം എൻ്റെയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ചിറ്റയുടെ പെട്ടിയാണ്. എന്ന് വെച്ചാൽ അവരുടെ കാലത്ത് കാലഘട്ടത്തിൽ ഈ ബാഗ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ യൂസ് ചെയ്തിരുന്നത് ഈ മാതിരി പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ പെട്ടിയാണ് ഈ പെട്ടി. അപ്പോൾ ആ പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ ഇപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ തുറന്നപ്പോഴൊരു മടൽ കിട്ടി. ആ മടൽ ഒരു മൂലയിലേക്ക് മാറ്റി വെച്ചത് അടുത്ത സാധനങ്ങളുണ്ട്. ഇത് കാണുമ്പോൾ ഒരു കല്യാണക്കുറിയാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇത് അങ്ങനല്ല. ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ കരുതിയ ഒരാളെന്ന് വെച്ചാൽ ഇപ്പം മുമ്പോട്ടും എൻ്റെ ലൈഫിൽ ഇവൾ തന്നെ ഉണ്ടാകുമെന്ന് കരുതിയ ഒരാൾ തന്ന സാധനമാണ്. അവളുടെ മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ആൾ തന്ന സാധനമാണ് കേട്ടോ. അപ്പം അതിൽ കുറേ സംഭവങ്ങൾ തന്നെ കുറേ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, കുറേ സ്റ്റിക്കറുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് നോക്കി. പിന്നെ അത് അടുത്തത് ഒരു ക്രിസ്മസ് കാർഡാണ്. ക്രിസ്മസ് ന്യൂ ഇയറിനുള്ള ഒരു കാർഡ്. ഇത് എനിക്ക് അച്ഛന് അന്ന് പുറത്തെവിടെ വന്ന് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് അയച്ചുന്ന സംഭവം കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, കുട്ടിക്കാലം ആ ഒരു ടൈമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതൊക്കെ ആ കാലഘട്ടമൊക്കെ ഇങ്ങനെ തിരിച്ച് കിട്ടിയായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടൊരാഗ്രഹം. പക്ഷേ അത് കിട്ടത്തില്ലല്ലോ, വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതാ അടുത്തത് പിന്നെ ഓരോരോ പേപ്പർ റോമൻ സിവിലൈസേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്, കുറേ നോട്ടുണ്ട്, അതിൻ്റെ പുറകെ പാട്ടുണ്ട്, എന്തൊക്കെയോ കുത്തിക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ എന്താ, ഇത് നമ്മൾ 10ാം ക്ലാസ് ആ ഒരു ടൈം ആകുമ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് തലയ്ക്ക് കൊടുക്കുന്നൊരു സംഭവമാണ്. കാരണം അപ്പോൾ കഴിഞ്ഞാൽ 10 കഴിഞ്ഞ് പിന്നെ +1 ആയി. പിന്നെ വെച്ചാൽ ആരോട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല, എല്ലാവരും ചിലപ്പോൾ വേറെ വേറെ സ്കൂളുകളിലാവും, അങ്ങനെ പലവിധമായിരിക്കില്ല. അപ്പോൾ അന്നൊക്കെ എഴുതുന്ന സംഭവങ്ങളാണ് ഓരോന്ന്. പിന്നെ ഇത് ക്രിസ്മസ് കാർഡ്. എനിക്ക് 10ാം ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടിയ സംഭവമാണ് കേട്ടോ. അത് ഷെറിന്ന് ഒരാളാണ് എനിക്ക് കിട്ടിയത്. അവൾ തന്നൊരു കോഴിക്കുഞ്ഞും ഈ ഒരു കാർഡും പിന്നെ വേറൊരു ബോൾ പോലത്തെ സാധനം കേട്ടോ. അതൊക്കെ എല്ലാം ഇപ്പോഴും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നല്ല എന്താ പറയുക, ഒന്നും പറ്റാതെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവൾ തന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടമാണോ എന്തൊക്കെയാണ് ആ ഫീലിങ്സ് എന്താണെന്ന് പറയാൻ പോലും അറിയത്തില്ല. ആ ഒരു ടൈമൊക്കെ ഒന്ന് തിരിച്ച് കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര എന്താ പറയുക, ഒരു നല്ലൊരു ടൈമായിരുന്നു. കാരണം അന്ന് ഫോണൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും എന്താ പറയുക, എല്ലാവരുടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും പേപ്പറിൽ എഴുതി കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു നല്ലൊരു ടൈമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേറെയാണല്ലോ. എല്ലാവരും ഫോണ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിലൊരു മെസ്സേജ് അയയ്ക്കുക, തീർന്നു, അത്രേ ഉള്ളൂല്ലോ. അപ്പം ഞാനൊക്കെ അന്ന് ആ ഒരു ടൈം പഠിച്ചുകൊണ്ടാണ് ഇതുപോലെ കുറേ മെമ്മറീസ് ഉണ്ടായത്. ഇതുപോലെ ഓരോ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി 2 രൂപയ്ക്ക് 5 രൂപയ്ക്ക് കുറേ ക്രിസ്മസ് കാർഡ് കിട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കളഞ്ഞിട്ട് ചിലതൊക്കെ എങ്ങാനും പോയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് തുറന്ന് നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ എന്താ പറയുക, ഒരു സന്തോഷം. ആ ഒരു ടൈമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓർമ്മ വരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം എടുത്ത് വെച്ച് വായിച്ച് നോക്കി. പിന്നെ അതെല്ലാം അങ്ങ് എടുത്ത് വെച്ച്, കാരണം ഇതെല്ലാം നല്ല നല്ല ഓർമ്മകളാണല്ലോ, ഒന്നും കളയേണ്ടതില്ല. ഇപ്പോൾ ആരുടെയൊരു കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതെപ്പോഴും നല്ല ഓർമ്മകളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ കുറേ നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു പെട്ടി വിശേഷം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് പിന്നെ വരാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.